ഗുഡ് മോർണിംഗ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയല്ല, നമുക്ക് ഈ എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചും 8 പാർട്സ് ഓഫ് സ്പീച്ചുകളെയും അറിയാം. ഇൻഡിവിജ്വലി നമുക്ക് ഓരോ പാർട്സ് ഓഫ് സ്പീച്ചുകളെയും അറിയാം. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു സെന്റൻസ് തന്നിട്ട് ഒരു എന്തെങ്കിലും ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കും. എന്നിട്ട് ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ് എന്താണ്, അതായത് പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്താണ് എന്നുള്ളതായിരിക്കും തന്നിരിക്കുന്നത്. ആ വേർബ് എന്ന് തന്നിരിക്കാം, ആഡ്വേർബ് എന്ന് തന്നിരിക്കാം, അഡ്ജക്റ്റീവ് എന്ന് തന്നിരിക്കാം, നൗൺ എന്നൊക്കെ തന്നിരിക്കാം. അപ്പൊ നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ് അല്ലെങ്കിൽ ബോർഡ് ലെറ്ററിൽ എഴുതിയ വേർഡ് ഏതാണ്, താഴെ പറയുന്നവയിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഇനി അതല്ല മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഒരു സെന്റൻസ് തന്നിട്ട് ആ സെന്റൻസിൽ ആഡ്വേർബ് ഏതാണ്, അല്ലെങ്കിൽ ആ സെന്റൻസിൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതലും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്സ്, കൺജങ്ഷൻസ്, ഇന്റർജങ്ഷൻസ് ഒക്കെ ഒരു സെന്റൻസിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് റൂള് പറയാം. റൂളായിട്ടൊന്നുമില്ല, പക്ഷെ ഒന്ന് ജസ്റ്റ് റൂള് പോലെ ഞാൻ പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഓരോ എക്സസൈസ് ആയിട്ട് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഒരു വെർബാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ വെർബാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വേർഡിനോടൊപ്പം നമ്മൾ ഒന്നുകിൽ ING ഇട്ട് കൊടുക്കുക. അതായത് തന്നിരിക്കുന്ന വേർഡിനോടൊപ്പം ING ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ED ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് D ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു വെർബാണ് കിട്ടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു വേർഡ് നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് എന്തായിട്ട് പറയാം? വെർബായിട്ട് പറയാം. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മെത്തേഡ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. എല്ലായ്പ്പോഴും ഇതാകണം എന്നില്ല. നമ്മൾ സെന്റൻസ് നോക്കി സെന്റൻസിന്റെ നേച്ചർ നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ നമുക്ക് ING അല്ലെങ്കിൽ ED അല്ലെങ്കിൽ D ആഡ് ചെയ്ത് വേർബ് കണ്ടുപിടിക്കാം. ഇനി ആഡ്വർബ് ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസിലും ആഡ്വർബ് കണ്ടുപിടിക്കാനായിട്ട് ആഡ്വർബിന്റെ അവസാനം LY കാണും. മോസ്റ്റ് ഓഫ് ദി കേസ് ആണ്, എപ്പോഴും അല്ല, മോസ്റ്റ് ഓഫ് ദി കേസ് ആണ് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി കേസിലും ആഡ്വർബിന് അവസാനം LY കാണും. എന്നാൽ LY ഇല്ലാത്ത ആഡ്വർബ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം LY ചേർത്ത് വരുന്നതും ആഡ്വർബ്സ് അല്ല എന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അഡ്ജക്റ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സാധാരണഗതിയിൽ ഒരു വേർഡിന്റെ ശേഷം, അല്ലെങ്കിൽ വേർഡ് നമുക്ക് തന്നിരിക്കുന്ന വേർഡിന് ശേഷം നമ്മൾ പേഴ്സൺ അല്ലെങ്കിൽ തിങ്സിന്റെ ഒക്കെ പേര് പുട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം തന്നിട്ടുണ്ട്, അപ്പൊ തന്നതിന് ശേഷം നമ്മൾ പേഴ്സൺ എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ നമുക്ക് അത് വായിക്കുമ്പോൾ നമ്മൾ മാച്ച്ഡ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ ആണല്ലോ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ് ഈ റൂൾ പറഞ്ഞത്. നമ്മൾ ഒരുപാട് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്കത് ഓൾറെഡി എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഈ ഒരു കേസസ് ഒന്നും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. നോക്കി, അടുത്തൊരു കേസ്, ക്രിയേഷന്റെ വിവിധ രൂപങ്ങളാണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ക്രിയേഷൻ, ക്രിയേറ്റ്, ക്രിയേറ്റീവ്, ക്രിയേറ്റിവിറ്റി, ഇത്രയും 4 വാക്കുകൾ തന്നിട്ടുണ്ട്, വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ വേർഡ്സ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെടുന്ന വേർഡ്സുകളാണ്. അപ്പൊ നമ്മൾ ആദ്യം ക്രിയേറ്റ് എടുക്കാണ്. ക്രിയേഷൻ എടുക്കണ്ട, ആദ്യം നമ്മൾ ക്രിയേറ്റ് എടുക്കാണ്. ഓക്കെ ആണോ? ക്രിയേറ്റ് എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ING ചേർത്ത് കൊടുക്കുകയാണ്. അതായത് രണ്ടാമത്തെ ക്രിയേറ്റിന്റെ കൂടെ നമ്മൾ ING ചേർത്ത് കൊടുക്കുമ്പോൾ ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ ED ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ക്രിയേറ്റഡ് എന്ന് കിട്ടും, അല്ലെങ്കിൽ D ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ക്രിയേറ്റഡ് എന്ന് കിട്ടും. ഇപ്പൊ ക്രിയേറ്റ് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം നമ്മൾ ING ചേർത്തു, അല്ലെങ്കിൽ D ചേർത്തപ്പോൾ ക്രിയേറ്റിംഗ് ഓർ ക്രിയേറ്റഡ് എന്ന് കിട്ടി. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വെർബാണ് അല്ലെ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്രിയേറ്റഡ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്. അപ്പൊ ഈ ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് ഓൾസോ വെർബ്. അത് ക്രിയേറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെർബ് ഫോം ആണ്. ഇനി തൊട്ട് താഴെ മൂന്നാമതായിട്ട് വരുന്ന എന്താണ്? ക്രിയേറ്റീവ് ആണ് അല്ലെ. അപ്പൊ ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ഒരു മാൻ എന്ന് പറയുന്ന ഇത് ചേർക്കാണ്. അപ്പൊ ക്രിയേറ്റീവ് മാൻ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് പേഴ്സൺ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്സ് എന്നൊക്കെ ചേർക്കാണ്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ആ വേർഡ് വായിക്കുമ്പോൾ നമുക്കൊരു മീനിങ് കിട്ടുന്നുണ്ട്. ക്രിയേറ്റീവ് മാൻ, ക്രിയേറ്റീവ് പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഈ ക്രിയേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ക്രിയേറ്റീവ് വേർബ് ആണെങ്കിൽ ക്രിയേറ്റീവ് എന്ന് പറയുന്നത് ഇസ് ആൻ അഡ്ജക്റ്റീവ് ആണ്. ഇനി ക്രിയേറ്റിവിറ്റിയിലേക്ക് വരികയാണ്. അപ്പൊ ക്രിയേറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ അതെന്താണ്? ആഡ്വർബ് ആണ്. നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? Y ചേർത്ത് വരുന്നുണ്ട് അല്ലെ. ക്രിയേറ്റിവിറ്റി എന്നുള്ളത് ചേർന്ന് വരുന്നുണ്ട്. ഒന്നുകിൽ LY അല്ലെങ്കിൽ Y ഒക്കെ ചേർന്ന് വരുന്നുണ്ട്. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്താണ്? ഒരു ആഡ്വർബ് ആണ്. ഇനി അങ്ങനെ ആകുമ്പോൾ ക്രിയേഷൻ, ആദ്യം പറഞ്ഞ ക്രിയേഷൻ എന്താണ്? അതൊരു നൗൺ ആണ്. അപ്പൊ ക്രിയേഷൻ എന്ന് പറയുന്നത് നൗണും, ക്രിയേറ്റ് എന്ന് പറയുന്നത് വേർബും, ക്രിയേറ്റീവ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവും, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആഡ്വർബും ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ബ്യൂട്ടിഫുൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. ഇതൊക്കെ സെന്റൻസിൽ വരുമ്പോൾ മാറും, പക്ഷെ നമ്മൾ ജനറൽ ആയിട്ടുള്ള കേസ് പറയാണ്. അപ്പൊ ബ്യൂട്ടിഫുൾ ആകുമ്പോൾ എന്താണ്? നമ്മളൊരു പേഴ്സൺ ചേർത്ത് കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ പേഴ്സൺ എന്ന് കൊടുക്കുകയാണ്. അതേസമയം ബ്യൂട്ടി പേഴ്സൺ എന്ന് പറയോ? ഇല്ല. ബ്യൂട്ടിഫൈ പേഴ്സൺ എന്ന് പറയോ? ഇല്ല. ബ്യൂട്ടിഫുള്ളി പേഴ്സൺ എന്ന് പറയോ? ഇല്ല. അപ്പൊ ഏതാ ചേരുന്നത്? ബ്യൂട്ടിഫുൾ പേഴ്സൺ ആണ്. സോ ബ്യൂട്ടിഫുൾ ഈസ് ആൻ അഡ്ജക്റ്റീവ്. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇനി നമുക്ക് ബ്യൂട്ടി വേണ്ട, അടുത്ത് എഴുതാം. ബ്യൂട്ടിഫൈ എടുക്കാം. ഓക്കെ, ബ്യൂട്ടിഫൈ എന്ന് പറയുന്ന വേർഡിനോടൊപ്പം നമ്മൾ ED ചേർക്കാണ്. ED ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ INGയും ചേർക്കുന്നുണ്ട്. അപ്പൊ ബ്യൂട്ടിഫൈഡ്, ബ്യൂട്ടിഫൈയിങ് എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ, ഇപ്പം നമ്മൾ ബ്യൂട്ടിഫുൾ ആണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞു. ബ്യൂട്ടിഫുള്ളൈഡ് അല്ലെങ്കിൽ
ബ്യൂട്ടിഫുള്ളൈങ് ING ചേർക്കാൻ പറ്റുമോ? ഇല്ല. അടുത്ത രണ്ടാമത്തെ ബ്യൂട്ടിയിലാണ് നമുക്ക് ചേർക്കാം. ബ്യൂട്ടിയിങ് അങ്ങനെ പറയോ? ബ്യൂട്ടൈഡ് പറയോ? ഇല്ല. അപ്പം ഈ മൂന്നാമത്തെ വാക്കിൽ മാത്രമേ ബ്യൂട്ടിഫൈ, ബ്യൂട്ടിഫൈഡ്, ബ്യൂട്ടിഫൈയിങ് ഇതിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? EDയോ അല്ലെങ്കിൽ ING ഫോമോ ചേർത്ത് രൂപപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബ്യൂട്ടിഫൈ എന്ന് പറയുന്നത് ഒരു വെർബാണ്. ബ്യൂട്ടിഫൈ ഇസ് എ വെർബ്, അതൊരു വെർബാണ്. ഇനി ബ്യൂട്ടിഫുള്ളി വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും LY വരുന്നുണ്ട്. അപ്പൊ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആഡ്വേർബാണ്. ബ്യൂട്ടിഫുള്ളി ആഡ്വേർബാണ്. അപ്പൊ നമുക്ക് നൗൺ ഏതാണ്? ബ്യൂട്ടി എന്ന് പറയുന്നതാണ് നമ്മുടെ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ ബ്യൂട്ടി എന്ന് പറയുന്നത് നൗണും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവും, അതുപോലെ ബ്യൂട്ടിഫൈ എന്ന് പറയുന്നത് വെർബും, വെർബിനെ വിശേഷിപ്പിക്കുന്ന ആഡ്വർബ് ഏതാണ്? ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് ആഡ്വർബുമാണ്. ഓക്കെ ആണല്ലോ? ആണ്. ഇനി നിങ്ങൾക്ക് നോക്കണ്ട, ഇനി നമുക്ക് കുറേ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിച്ച് പഠിച്ച് പോവാം. അപ്പൊ നോക്കി, ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്. ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതിനകത്ത് റിയലി എന്ന് പറയുന്ന വേർഡ് എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അത് എങ്ങനെ വന്നു എന്ന് നോക്കാം. ആൻസർ നോക്കാം, പിന്നെ നോക്കാം. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആൻസറിലേക്ക് വരാം. ഓക്കെ ആണോ? ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഐ എന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ നൗൺ ആയിട്ട് പറയുന്നത്. ഇവിടെ ചെയ്ത പ്രവൃത്തി എന്താണ്? അണ്ടർസ്റ്റാൻഡ് എന്നുള്ള പ്രവൃത്തിയാണ് അല്ലെ? അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് എനിക്ക് തീർച്ചയായും റിയലി ആയിട്ടും എനിക്കിത് മനസ്സിലായില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ മനസ്സിലാകാത്ത കാര്യത്തെ, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ആ ഒരു മനസ്സിലാകുന്നില്ല, അതാണ് അവിടുത്തെ ആക്ഷൻ. ആ വെർബിനെ ഒന്ന് എംഫസൈസ് ചെയ്യുന്നതാണ് റിയലി ചേർത്ത്. എനിക്ക് റിയലി അത് അറിയത്തില്ല എന്ന് പറയാണ്. ഓക്കെ, അപ്പോ വെർബിനെ എംഫസൈസ് ചെയ്യുന്നതാണ് റിയലി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് എന്താണ്? ആഡ്വർബാണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എങ്ങനെ ഇത് തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞതുപോലെ എളുപ്പ വഴിയിൽ LY ഉള്ളത് കൊണ്ട് നമുക്കത് എന്തായിട്ട് പറയാം? ആഡ്വർബായിട്ട് പറയാം. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. പിന്നെ എപ്പോഴും നമുക്കത് നോക്കിയാൽ അത് സാറ്റിസ്ഫൈ ആകണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ സെന്റൻസ് കൂടി, അതിന്റെ ഒരു സ്ട്രക്ചർ കൂടി നോക്കിയിട്ട് വേണം ആൻസർ ചെയ്താൻ വേണ്ടി. അപ്പൊ ഇവിടെ റിയലി എന്ന് പറയുന്നത് ആഡ്വർബാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദി സിൽവർ നെക്ലേസ് ലുക്സ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ സിൽവറിലാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ആ നെക്ലസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ? ദി സിൽവർ നെക്ലേസ് ലുക്സ് ബ്യൂട്ടിഫുൾ എന്നാണ്. അപ്പൊ നെക്ലസിനെ പറ്റിയിട്ടാണ് പറയുന്നത്, സിൽവറിനെ പറ്റിയിട്ടല്ല പറയുന്നത്, നെക്ലസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് എങ്ങനെയുള്ള നെക്ലസ് ആണ്? നെക്ലസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നെക്ലസ് ഇവിടെ എന്താണ്? നൗൺ ആണ് അല്ലെ? അപ്പൊ നെക്ലസ് നൗൺ ആണ്. അപ്പൊ ആ നെക്ലസ് എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? സിൽവർ നെക്ലസ് എന്നാണ് പറയുന്നത്. അപ്പൊ നെക്ലസിനെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നത് എന്താണ്? സിൽവർ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നെക്ലേസ് എന്ന് പറയുന്നത് നൗൺ ആണ്. സോ സിൽവർ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ആൻഡ് അഡ്ജക്റ്റീവ് ആണ്. നൗണിനെ മോഡിഫൈ ചെയ്യുന്നത് ആരാണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ സിൽവർ എന്ന് പറയുന്നത് ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത നോക്കി, സൂരജ് ഈസ് റൈറ്റിംഗ് നോവൽ എന്നുള്ളതാണ്. അപ്പൊ സൂരജ് ആണ്. ഇപ്പൊ സൂരജ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും സൂരജിനെയാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സൂരജ് എന്താണ്? നൗൺ ആണ്. നമുക്ക് കണ്ണുടച്ച് എഴുതാം. ഇനി അടുത്ത് നോക്കി, ഹി വിൽ ബുക്ക് എ ടിക്കറ്റ് ഫോർ ടുമാറോസ് ഷോ എന്നുള്ളതാണ്. ഹി വിൽ ബുക്ക് എ ടിക്കറ്റ് ഫോർ ടുമാറോസ് ഷോ എന്നുള്ളതാണ്. അവിടെ ബുക്കിനാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൻ നാളത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ബുക്കല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എന്ത് ചെയ്യാണ്? ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് ആ ടിക്കറ്റിന് വേണ്ടി ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ ആക്ഷൻ. അതൊരു ആക്ഷൻ ആണ് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ആക്ഷനെ കുറിക്കുന്നത് ഏതാണ്? വെർബാണ്. നമ്മളിവിടെ EDയോ INGയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് അല്ലെങ്കിൽ ബുക്ക്ഡ് എന്ന് കിട്ടും. അപ്പൊ നമുക്കത് എന്തായിട്ട് റിലേറ്റ് ചെയ്യാം? വെർബായിട്ട് പറയാം. ഇനി അടുത്ത് നോക്കി, ഹി won a gold medal in the competition എന്നുള്ളതാണ്. He won a gold medal in the competition. അപ്പോൾ ആ കോമ്പറ്റീഷന് ഗോൾഡ് മെഡൽ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഹി എന്നുള്ളത് നൗൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മെഡൽ എന്ന് പറയുന്നതും ഉണ്ട് അല്ലെ? അപ്പോൾ മെഡലും ആക്ച്വലി ഒരു തിങ്സ് ആണ്. ആ തിങ്സിനെ കുറച്ചുകൂടി എംഫസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനാണ് ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഇവിടെ കോമ്പറ്റീഷനെ പറ്റിയിട്ട് പറഞ്ഞതല്ല, അവൻ വിൻ ചെയ്ത ആ ആക്ടിവിറ്റിയെ ഗോൾഡ് ആയിട്ട് പറയുന്നതും അല്ല, മറിച്ച് എന്തിനെ ഗോൾഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? അവിടെയുള്ള മെഡലിനെയാണ്. മെഡൽ ആക്ച്വലി ഒരു നൗൺ ആയിട്ട് പറയുന്നതാണ് അല്ലെ? ഒരു തിങ്സ് ആണ്, അപ്പൊ ഒരു നൗൺ ആണ്. അപ്പോൾ മെഡൽ എന്താണ്? ഗോൾഡ് ആണ്. അപ്പൊ എന്താണ്? മെഡലിനെ എംഫസൈസ് ചെയ്യാണ്. അപ്പം ഗോൾഡ് എന്ന് പറയുന്നത് ഈസ് ആൻ അഡ്ജക്റ്റീവ്. ഓക്കെ ആണല്ലോ? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കും ഇവിടെ ഹി എന്ന് ഉള്ളത് നൗൺ ആണ്. ഓക്കെ, ഹി എന്ന് പറയുന്നത് നൗൺ ആണ്, പക്ഷെ അവനെ എംഫസൈസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് അല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ അങ്ങനെ ചിന്തിക്കരുത്. നോക്കിക്കോണം, മെഡൽ എന്ന് പറയുന്ന വേറൊരു നൗൺ ഉണ്ട്, അവൻ മെഡൽ വാങ്ങി എന്നുള്ളത്. അപ്പൊ ആ മെഡലിനെ എംഫസൈസ് ചെയ്യിക്കുന്ന എന്താണോ അത് അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ വോൺ, അവൻ വിൻ ചെയ്തതിനെ എന്തെങ്കിലും തരത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറിയേനെ? അത് ആഡ്വർബ് ആയിട്ട് മാറിയേനെ. ഇപ്പൊ ഇവിടെ മെഡലിനെ എംഫസൈസ് ചെയ്യുന്നത് കൊണ്ട് ഗോൾഡ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. അടുത്ത നോക്കി, ഡു യു വാണ്ട് ടു ഗോ ഹോം എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഡു യു വാണ്ട് ടു ഗോ ഹോം എന്നുള്ളതാണ്. ഇവിടെ നമ്മള്
പോകുന്നു എന്നുള്ളതിനെ ഗോയെ പറ്റിയിട്ട് പറയാണ്, പോകുന്നതിനെ പറ്റിയിട്ട് പറയാണ്. അപ്പൊ പോകുന്നത് എവിടോട്ടാണ് പോകുന്നത്? വീട്ടിലോട്ട് പോകുന്നതിനെ പറ്റിയിട്ട് പറയാണ്, ഹോമിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് പോകുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്, ഗോയാണ് ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ വെർബിനെ ഒന്ന് എംഫസൈസ് ചെയ്യാണ്, എവിടെ, വെയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഹോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആഡ്വർബ് ഓഫ് പ്ലേസ് എന്ന് പഠിച്ചിട്ടുണ്ട്. പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട ആഡ്വർബ്സുകളുണ്ട്. അപ്പൊ അത്തരത്തില് ഹോം എന്താണ്? ഒരു ആഡ്വർബാണ്. ഓക്കെ ആണല്ലോ? ആണ്. ഇനി അടുത്തത് ഐ ഡിഡ് മൈ ഹോംവർക്ക് ഓൾറെഡി എന്നുള്ളതാണ്. അപ്പൊ ഐ ഡിഡ് മൈ ഹോംവർക്ക് ഓൾറെഡി എന്നുള്ളതാണ്. അപ്പോൾ ഇതില് നമ്മൾ ഈ ഹോംവർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തു, ഐ ഡിഡ് മൈ ഹോംവർക്ക് ഓൾറെഡി, ഇത് ഞാൻ എന്റെ ഹോംവർക്ക് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഡിഡ് എന്നുള്ള, അതായത് ഞാൻ ചെയ്തു എന്നുള്ളൂ, ആ ചെയ്തതിനെ എംഫസൈസ് ചെയ്യുന്നത്, ചെയ്തത് എപ്പോഴാണ്, വെൻ എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴാണ്, ഓൾറെഡി ചെയ്തു എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ വെർബിനെ എന്ത് ചെയ്യാണ്, ഒന്ന് എംഫസൈസ് ചെയ്യുന്നതാണ് ഓൾറെഡി എന്ന് പറയുന്നത്, അല്ലാതെ ഹോംവർക്കിനെ എംഫസൈസ് ചെയ്യുന്നതല്ല. മനസ്സിലായോ? നമ്മൾ നമ്മുടെ ഹോംവർക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ചെയ്യുക എന്ന് പറയുന്ന അതിനെ എംഫസൈസ് ചെയ്യാനാണ് ഓൾറെഡി എന്ന് പറയുന്നത്. ഇതില് ഐ ഡിഡ് മൈ ഹോംവർക്ക് എന്നേ ഉള്ളെങ്കിൽ ഈ ഓൾറെഡി ഇല്ലെങ്കിൽ ആ ചെയ്തത് എപ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ വെൻ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഓൾറെഡി എന്ന് കിട്ടുന്നത്. അപ്പോൾ ആഡ്വർബ് ഓഫ് ടൈം ആണ് ഈ പറയുന്ന ഓൾറെഡി. നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇത് അവിടെ ഒരു ഓൾറെഡി ഉണ്ട് അല്ലെ, നമ്മൾ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എപ്പോഴും കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ആഡ്വർബ്സ് ഒക്കെ പറഞ്ഞപ്പോൾ ഈ ഓൾറെഡിയുടെ കേസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഐ ഡിഡ് മൈ ഹോംവർക്ക് ഓൾറെഡി എന്നുള്ളതിൽ ഓൾറെഡി ഈസ് ആൻ ആഡ്വർബ്. ഓക്കെ ആണല്ലോ? The two friends quarreled with each other എന്നുള്ളതാണ്. 2 ഫ്രണ്ട്സ് quarreled with each other എന്നുള്ളതാണ്. അപ്പൊ ഈ 2 ഫ്രണ്ട്സ് ആണ് ഇവിടുത്തെ നൗൺ ആയിട്ട് വരുന്നത്. ആ ഫ്രണ്ട്സിനെ ഒന്ന് കൂടുതൽ വീണ്ടും ഒന്ന് പറയേണ്ട അവസരം വരുമ്പോൾ നമ്മൾ ഈച്ച് അതർ എന്ന് പറയാണ്. വീണ്ടും നമ്മൾ ക്വാറൽഡ് 2 ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റുമോ? 2 ഫ്രണ്ട്സ് ക്വാറൽ 2 ഫ്രണ്ട്സ് എന്നങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ 2 ഫ്രണ്ട്സിനെ വീണ്ടും നമുക്ക് പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഈച്ച് അതർ എന്നതുകൊണ്ട് അതിനെ നൗണിനെ റീപ്ലേസ് ചെയ്യാണ്. അപ്പൊ അതെന്താണ്? പ്രൊനൗൺ ആണ്. ഓക്കെ ആണല്ലോ? ആണ്. ഇനി അടുത്ത നോക്കി, സ്വിമ്മിങ് ഇസ് എ ഗുഡ് എക്സസൈസ് ഫോർ ഹെൽത്ത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെന്ന് ചിന്തിക്കരുത്. മനസ്സിലായോ? സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സസൈസ് ഫോർ ഹെൽത്ത്. നീന്തുന്നത് ഹെൽത്തിന് വളരെ അധികം നല്ലൊരു എക്സസൈസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സസൈസ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് വെർബ് ആയിട്ടൊക്കെ പരിഗണിക്കാം. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നതാണ്? സ്വിമ്മിങ് എന്നുള്ളതാണ്. അപ്പൊ സ്വിമ്മിങ് എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? ഇവിടെ സ്വിമ്മിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്വിമ്മിങ് എന്ന് പറയുന്ന ആ ആക്ഷൻ, അതായത് ഇവിടെ വെർബ് ആയിട്ട് ഉപയോഗിക്കില്ല, അവൻ സ്വിം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവൻ അത് ചെയ്യുകയാണ് എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് ആ ആക്ഷനെ ഒരു നൗൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, അതിനെ പറ്റിയിട്ട് പറയണം, അത് നല്ലതാണ് എന്ന് പറയാണ്. അപ്പൊ ഇവിടെ സ്വിമ്മിങ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഓക്കെ ആണല്ലോ? ആണ്. ഇനി അടുത്തത് ഷീ ക്വിക്ലി ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് എന്നുള്ളത്. അത് നമുക്ക് കാണുമ്പോഴേ അറിയാം, LY ഉണ്ട്, അതുകൊണ്ട് ആഡ്വർബ് ആണ്. പിന്നെ ഫിനിഷ്ഡ് അതായത് ആ ചെയ്യുന്ന ഡ്യൂട്ടിയെ ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നതിനെ എംഫസൈസ് ചെയ്യുന്നതാണ് ക്വിക്ലി എന്ന് പറയുന്നത്. സോ അത് ആഡ്വർബ് ആണ്. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തത് ദ ഡിസിഷൻ വാസ് ടേക്കൺ ബൈ എ പാനൽ ഓഫ് എക്സ്പേർട്സ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസിഷൻ എടുക്കുന്നത് ഒരു പാനൽ ഓഫ് എക്സ്പേർട്സുകൾ ചേർന്നാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡിസിഷൻ ആണ് എടുക്കുന്നത്. ആ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? ആ പാനൽ ഓഫ് എക്സ്പേർട്സ് ആണ്. അപ്പൊ ഈ പാനൽ ഓഫ് എക്സ്പേർട്സിനെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? നൗൺ ആണ്. അതായത് ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് ഒരു ഡിസിഷൻ എടുക്കുന്നു എന്ന് നമുക്ക് സെന്റൻസ് ആയിട്ട് എഴുതിക്കൂടെ? നേരെ തിരിച്ചു എടുക്കാം. ദ പാനൽ ഓഫ് എക്സ്പേർട്സ് ടേക്ക് എ ഡിസിഷൻ എന്നും എഴുതിക്കൂടെ? അങ്ങനെ എഴുതാം. അപ്പോൾ പാനൽ ഓഫ് എക്സ്പേർട്സ് എന്താണ്? നൗൺ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ നൗണിനെ അവസാനം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് കരുതി അത് നൗൺ ആകണം എന്നില്ല. ആദ്യം ഉള്ളത് മാത്രമേ നൗൺ ആകൂ എന്ന് ചിന്തിക്കരുത്. ഇവിടെ ഇതിനെ ആദ്യം കൊണ്ടുവന്നാലും, പാനൽ ഓഫ് എക്സ്പേർട്സിനെ ആദ്യം കൊണ്ടുവന്നാലും സെന്റൻസിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? പാനൽ ഓഫ് എക്സ്പേർട്സ് ആണ്. അപ്പോൾ പാനൽ ഓഫ് എക്സ്പേർട്സ് ആസ് എ നൗൺ എന്ന് പറയാൻ പറ്റും. ഇനി അനു ഓൾവേസ് വർക്ക് ഓൺ സൺഡേ എന്നുള്ളതാണ്. അപ്പോൾ അനു വർക്ക് ചെയ്യുന്നത് എല്ലായ്പ്പോഴും സൺഡേസിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വർക്കിനെ എംഫസൈസ് ചെയ്യുന്നതാണ് ഓൾവൈസ് എന്ന് ഉള്ളത് അല്ലെ. വർക്കിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾവേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സോ ആൾവേസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ആഡ്വർബ്. അതൊരു ആഡ്വർബ് ആണ്. ഓക്കെ ആണല്ലോ? നമ്മൾ പറഞ്ഞു LY ചേർന്ന് വരുന്നത് മാത്രമേ ആഡ്വർബ് ഉള്ളൂ എന്ന് ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓൾവേസിലൊന്നും എപ്പോഴും LY ചേർന്ന് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് എന്തായിട്ട് വിചാരിക്കരുത്? ആഡ്വർബ് അല്ല എന്ന് വിചാരിക്കരുത്. ഓക്കെ. വെദർ വാസ് എക്സ്ട്രീംലി കോൾഡ് എന്നുള്ളതാണ്. വെദർ വാസ് എക്സ്ട്രീംലി കോൾഡ്. അപ്പൊ നമുക്കറിയാലോ, എക്സ്ട്രീംലി കോൾഡ് എന്ന് പറയാണ്. അപ്പൊ എന്താണ്? അത് ആഡ്വർബ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഏതാ? ഇനി അടുത്തത് ഹി വാക്ഡ് ഇൻ ടു ദ റൂം ആസ് ഷീ വാസ് ലിവിങ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കി, ആസ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഹി വാക്ഡ് ഇൻ ദ റൂം ആസ് ഷീ വാസ് ലിവിങ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കി, ഹി വാക്ഡ് ഇൻ ടു ദ റൂം എന്നുള്ളതാണ്. അപ്പൊ അവൻ ആ ഒരു വാക്ഡ് ഇൻ ടു എന്നുള്ളത് റൂം വരെ ഉള്ളത് ഒരു സെന്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ ഒരു ഇതായിട്ട് എടുക്കാം. അതുപോലെ ഷീ വാസ് ലിവിങ് എന്ന് പറയുന്നത് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു സെന്റൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 2 സെന്റൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് വേർഡ് അല്ലേ ആസ് എന്ന് പറയുന്നത്. ഹി വാക്ഡ് ഇൻ ടു ദ റൂം ആസ്
ഷി വാസ് ലിവിങ് എന്നുള്ളത്. അപ്പൊ ഈ ആസ് എന്ന് പറയുന്ന ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആസ് എന്താണ്, ഇറ്റ്സ് എൻ കൺജങ്ഷൻ, അതൊരു കൺജങ്ഷൻ ആണ്. ഓക്കെ, ജോയിനിങ് വേർഡ് അല്ലെങ്കിൽ ജോയിനിങ് ഫ്രേസസ് ആണ്. കൺജങ്ഷൻസ് ഓൾറെഡി പഠിച്ചതാണ്, അല്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് കണ്ടുനോക്കുക. അപ്പൊ ഇവിടെ ആസ് എന്താണ്, കൺജങ്ഷൻ ആണ്. ഇനി അടുത്ത് നോക്കി, ഷി വാസ് ഹാർഡ്ലി ഏബിൾ ടു കൺട്രോൾ ഹെർ ഇമോഷൻസ് എന്നുള്ളതാണ്. അപ്പൊ ഹാർഡ്ലി ഏബിൾ ടു കൺട്രോൾ, അവന്റെ ഇമോഷൻ അവൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്, ഹാർഡ്ലി ആയിട്ട് കൺട്രോൾ ചെയ്യാണ്. അപ്പൊ സോ ഹാർഡ്ലി ഈസ് എ ആഡ്വർബ് ആണ്. ly ചേർന്നത് കൊണ്ടും നമുക്ക് ആഡ്വർബ് ആണെന്ന് ഉറപ്പിക്കാം. ഇനി അടുത്ത് നോക്കി, ഷി സാങ് എ മെലോഡിയസ് സോങ് അറ്റ് ദി ഫംഗ്ഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സോങ് എങ്ങനത്തെ സോങ് ആണ്, ഇറ്റ്സ് എ മെലോഡിയസ് സോങ് എന്നുള്ളതാണ്. മെലോഡിയസ് ആയിട്ടുള്ള സോങ് ആണ്. അപ്പൊ ഈ മെലോഡിയസ് സോങ് എന്നുള്ളത് ഒരു ആഡ്വർബ് ആയിട്ട് വരുമോ, ഇല്ല, കാരണം അവൻ പാടുന്നത് മെലോഡിയസ് ആണെന്നല്ല, ആ സോങ് മെലോഡിയസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ സോങ് ഇവിടെ നൗൺ ആണ്. അപ്പൊ ആ സോങ് മെലോഡിയസ് ആണ് മീൻസ് സോങ്ങിനെ എംഫസൈസ് ചെയ്യാണ്, സോങ്ങിനെ മോഡിഫൈ ചെയ്യാണ്. സോങ് എന്ന് പറയുന്നത് നൗണിനെ മോഡിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ സോ മെലോഡിയസ് എന്ന് പറയുന്നത് ഇസ് ആൻ അഡ്ജക്റ്റീവ് ആണ്, ക്വാളിഫയിങ് വേർഡ് ആണ്, നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ് ആണ്. സോ ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്, അതൊരു അഡ്ജക്റ്റീവ് ആണ്. ദ ടീച്ചർ എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ക്ലിയർലി എന്നുള്ളതാണ്. അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർലി, അതായത് കോൺസെപ്റ്റ് അല്ല, ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്, ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നാ പറഞ്ഞിരുന്നത്. ആ ആക്ടിവിറ്റി ക്ലിയർ ആയിട്ട് ടീച്ചർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എക്സ്പ്ലെയിൻ ആണ് ക്ലിയർലി എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ly ഉണ്ട്. അപ്പൊ ഇറ്റ്സ് ആൻ ആഡ്വർബ്, അതൊരു ആഡ്വർബ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കി, ദ പെയിന്റിംഗ് ഓൺ ദി വാൾ ഈസ് വെരി എക്സ്പെൻസീവ് എന്നുള്ളതാണ്. അതിനകത്ത് വെരി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ പെയിന്റിംഗ് ഓൺ ദി വാൾ ഈസ് വെരി എക്സ്പെൻസീവ് എന്നുള്ളതാണ്. അപ്പോ എക്സ്പെൻസീവ് പെയിന്റിങ് എന്നായിരുന്നെങ്കിൽ നമുക്ക് എക്സ്പെൻസീവിനെ എന്തെന്ന് എടുക്കാം, അഡ്ജക്റ്റീവ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ വെരി എന്തായിട്ടാണ് എടുക്കുന്നത്, വെരി എന്ന് പറയുന്നത് ആഡ്വർബ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ പെയിന്റിങ് ഈസ് വെരി, അതായത് വെരി എന്ന് പറയുന്നത് വെർബിനെ എംഫസൈസ് ചെയ്യാണ്. അപ്പം അത് ആഡ്വർബ് ആണ്. ഓക്കെ ആണല്ലോ. അനുപമ സ്കിപ്ഡ് ദ ആർട്സ് എന്നുള്ളതാണ്. അപ്പൊ സ്കിപ്ഡ് എന്താണ്, സ്വാഭാവികമായിട്ടും അറിയാം, സ്കിപ്ഡ് എന്ന് പറയുന്നത് വെർബാണ്. ഹി ലീവ്ഡ് ഇൻ ഇന്ത്യ, അതിൽ ഇൻ എന്താ, എന്ന് പറയുന്നത് പ്രൊപ്പോസിഷൻ ആണ്. നമുക്ക് അറിയാം, ഓൾറെഡി പ്രൊപ്പോസിഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 2, 3, 4, 5 ക്ലാസ്സുകൾ കൊണ്ട് പഠിച്ചതാണ്. ഇനി അടുത്ത നോക്കിയേ, അടുത്തത് പ്രവീൺ റൺ ഫാസ്റ്റർ ദാൻ എനിവൺ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഫാസ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, റൺ എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ എംഫസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതാണ് ഫാസ്റ്റർ എന്ന് പറയുന്നത്. റൺ ഫാസ്റ്റർ. സോ ഫാസ്റ്റർ എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. അപ്പൊ ഇവിടെ ly വന്നിട്ടില്ല എന്ന് കരുതി ആഡ്വർബ് അല്ല എന്ന് ചിന്തിക്കരുത്, മറിച്ച് ഫാസ്റ്റർ എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഹിസ് ഐഡിയാസ് ആർ ക്വൈറ്റ് കോൺട്രവേഴ്സ്യൽ എന്നുള്ളതാണ്. അപ്പൊ കോൺട്രവേഴ്സ്യൽ എന്നുള്ളത് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഐഡിയ ആണ് ഈ കോൺട്രവേഴ്സ്യൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഐഡിയാസിനെ എംഫസൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതെന്താണ്, അഡ്ജക്റ്റീവ് ആണ്. അടുത്ത നോക്കി, ദ ചൈൽഡ് ക്രൈഡ് ബിറ്റർലി ആഫ്റ്റർ ഫാളിംഗ് ഡൗൺ എന്നുള്ളതാണ്. അപ്പൊ ബിറ്റർലി എന്താണ്, സ്വാഭാവികമായിട്ടും കരയുന്നത് ബിറ്റർലി ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത് ആഡ്വർബ് ആണ്. ഷി വോർ എ ലവ്ലി ഡ്രസ് അറ്റ് ദി പാർട്ടി എന്നുള്ളതാണ്. അപ്പൊ ഡ്രസ് എങ്ങനെയാണ്, ലവ്ലി ഡ്രസ് ആണ്. അപ്പൊ ലവ്ലി ഡ്രസ് ആകുമ്പോൾ ലവ്ലി ഈസ് ഓൾസോ ആൻ അഡ്ജക്റ്റീവ് ആണല്ലോ. ദ ബ്രേവറി ഓഫ് ദി സോൾജിയർ വാസ് കമന്റബിൾ എന്നുള്ളതാണ്. അപ്പോൾ ദി ബ്രേവറി ഓഫ് ദി സോൾജിയർ വാസ് കമന്റബിൾ. അപ്പൊ ആ ബ്രേവറിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ബ്രേവറി എന്ന് പറയുന്നത് സോൾജിയറിന്റെ ബ്രേവറിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ബ്രേവറി എന്തായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഷീ ലുക്ഡ് അറ്റ് മീ ആംഗ്രിലി വെൻ ഐ ഇന്ററപ്റ്റഡ് ഹർ എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ട് സെന്റൻസിലെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് വെൻ യൂസ് ചെയ്തുകൊണ്ട്. സോ വെൻ എന്ന് പറയുന്നത് എന്താണ്, കൺജങ്ഷൻ ആണ്. അടുത്തത്, ദ വാട്ടർ ഇൻ ദി ലേക്ക് വാസ് ക്രിസ്റ്റൽ ക്ലിയർ. അതിൽ വാട്ടർ എന്താണ്, ഒബ്വിയസ്ലി നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് നൗൺ ആണ്. ഐ വാസ് സർപ്രൈസ്ഡ് ടു സീ ഹിം അറ്റ് ദി പാർട്ടി എന്നുള്ളതാണ്. ടു അപ്പൊ എന്താണ്, പ്രൊപ്പോസിഷൻ ആണ്. ദേ ആർ പ്ലേയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കളിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം ദേ എന്ന് പറയുന്നത് നൗൺ ആണ്. പക്ഷെ ദേ എന്ന് പറയുന്ന അവർ എന്നുള്ളത് നൗണിന് പകരം ദേ എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രോനൗൺ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഹി ഈസ് ടു ടയേർഡ് ടു കണ്ടിന്യൂ വർക്കിംഗ് എന്നുള്ളതാണ്. അപ്പൊ ടയേർഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ടയേർഡ് എന്ന് പറയുന്ന വെർബിനെ എംഫസൈസ് ചെയ്യുന്ന എന്താണ്, ടു ടയേർഡ് എന്നുള്ളതാണ്. അപ്പൊ ടു എന്ന് പറയുന്നത് എന്താണ്, ആഡ്വർബ് ആണ്. ദി ചിൽഡ്രൻ വെയർ റണ്ണിങ് അറൌണ്ട് ദി ഗാർഡൻ എന്നുള്ളതാണ്. അപ്പൊ റണ്ണിങ് അറൌണ്ട് ദി ഗാർഡൻ, അപ്പൊ അറൌണ്ട് എന്താണ്, ഇറ്റ്സ് എ പ്രിപ്പോസിഷൻ. അറൌണ്ട് എന്ന് പറയുന്നത് എന്താണ്, പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഇനി അടുത്ത കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കി. മാളു ആൻഡ് ഹിസ് സിസ്റ്റർ വെന്റ് ടു ദ മാർക്കറ്റ്. അപ്പോ ആൻഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, കൺജങ്ഷൻ ആണ്. ഹിസ് ആ ഷൈനി ഡെക്കറേഷൻസ് ഓൺ ദി വാൾ. അപ്പൊ ഡെക്കറേഷൻ ആണ്. ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു നൗൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. എങ്ങനത്തെ ഡെക്കറേഷൻ ആണ്, ഇറ്റ്സ് എ ഷൈനി ഡെക്കറേഷൻസ് എന്നാണ്. അപ്പൊ ഷൈനി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ് ആണ്. വി ഡിസ്കസ്ഡ് ദ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഓഫ് ദി പ്രൊജക്ട് എന്നുള്ളതാണ്. അപ്പൊ പ്രൊജക്ടിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് പറയാണ്. അപ്പൊ പ്രൊജക്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്.
ദ റോഡ് വാസ് ബ്ലോക്ക്ഡ് ഡ്യൂ ടു എ മാസീവ് ലാൻഡ് സ്ലൈഡ്. അപ്പൊ ലാൻഡ് സ്ലൈഡ് എങ്ങനെയുള്ളതാണ്? ഇറ്റ്സ് എ മാസീവ് ലാൻഡ് സ്ലൈഡ് എന്നുള്ളതാണ്. അപ്പൊ അത് അഡ്ജക്റ്റീവ് ആണ്. ലാൻഡ് സ്ലൈഡ് മാസീവ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്. ദി ട്രെയിൻ വിൽ അറൈവ്ഡ് വിത്തിൻ ആൻ അവർ എന്നുള്ളതാണ്. അപ്പൊ വിത്തിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രൊപ്പോസിഷൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. യു ഷുഡ് നോട്ട് സിറ്റ് ബിസൈഡ് ദി വിൻഡോ. അതിൽ ബിസൈഡ് എന്താണ്? പ്രൊപ്പോസിഷൻ ആണ്. ഹി പ്രിഫർ ടീ റാദർ ദാൻ കോഫി. അപ്പൊ റാദർ ദാൻ എന്താ? കൺജങ്ഷൻ ആണ്, കണക്ടിങ് വേർഡ് ആണ് അല്ലെ, കണക്ടിങ് ഫ്രേസ് ആണ്. ഹി ഗേവ് മീ എ വണ്ടർഫുൾ ഗിഫ്റ്റ് ഓൺ മൈ ബർത്ത്ഡേ എന്നുള്ളതാണ്. അപ്പൊ ഗിഫ്റ്റ് എങ്ങനെയാണ്? വണ്ടർഫുൾ ആണ്. സോ ഗിഫ്റ്റിനെ എംഫസൈസ് ചെയ്യാണ്. സോ അഡ്ജക്റ്റീവ് ആണ് വണ്ടർഫുൾ എന്ന് പറയുന്നത്. ടു വാക്ക് ഇൻ ദി മോർണിംഗ് ഈസ് ആൻ എക്സസൈസ്. അതായത് നടക്കുന്നത്, മോർണിംഗിൽ നടക്കുന്നത് നല്ലൊരു എക്സസൈസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ടു വാക്ക് എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. യുവർ കീസ് ആർ ഓൺ ദി ടേബിൾ. അവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഓൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോസിഷൻ ആണ്. ഇനി അടുത്ത് നോക്കി. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം ബട്ട് ഐ വിൽ ഹെൽപ്പ് യു എനിവേ എന്നുള്ളതാണ്. അപ്പൊ അവിടെ ബട്ട് എന്താണ്? ബട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാണ്. സോ കൺജങ്ഷൻ ആണ്. പ്ലീസ് വാട്ടർ ദി പ്ലാന്റ്സ് ഡെയിലി എന്നുള്ളതാണ്. അവിടെ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? വെള്ളം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. പ്ലാന്റ്സ് നനയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നനയ്ക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. വാട്ടറിങ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വാട്ടർ എന്നുള്ളത് എന്താണ്? വെർബാണ്. ഓക്കെ ആണല്ലോ. ഹി വിൽ ഫിനിഷ് ദ പ്രൊജക്ട് വെനെവർ ഹി ഹാസ് ടൈം എന്നുള്ളതാണ്. അപ്പൊ വെനെവർ എങ്ങനെയാണ്? കൺജങ്ഷൻ ആണ്. ഹി ഹാസ് ടൈമിനെയും ഹി വിൽ ഫിനിഷ് ദ പ്രൊജക്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടിങ് വേർഡ് ആണ് വെനെവർ എന്ന് പറയുന്നത്. സോ വെനെവർ ഇസ് എ കൺജങ്ഷൻ. ഹുറി അല്ലെങ്കിൽ ഹുറാഷ് നിവിൻ വോൺ ദി ഗോൾഡ് മെഡൽ ഇൻ ദി കോമ്പറ്റീഷൻ. അപ്പൊ അത് ഹുറി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഹുറാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ഇന്റർജങ്ഷൻ. അതൊരു എക്സ്ക്ലമേഷൻ ആണ്. സ്വാഭാവികമായിട്ടും എക്സ്ക്ലമേഷൻ മാർക്ക് ഫോളോ ചെയ്ത് വരും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഇന്റർജങ്ഷൻ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ദ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഈസ് വർക്കിംഗ് ഓൺ എ സൊല്യൂഷൻ എന്നുള്ളതാണ്. അവിടെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ്? സയന്റിഫിക് കമ്മ്യൂണിറ്റി ആണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നൗണിനെ എംഫസൈസ് ചെയ്യുന്നത് ആരെ വെച്ചിട്ടാണ്? സയന്റിഫിക് എന്ന് പറയുന്നത്. മോഡിഫൈഡ് വേർഡ് എന്ന് പറയുന്നത് സയന്റിഫിക് ആണ്. അപ്പൊ സയന്റിഫിക് ഈസ് ആൻ അഡ്ജക്റ്റീവ്. സയന്റിഫിക് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ചെയ്തിട്ടാണ് നമുക്കൊരു സെന്റൻസിൽ ഇതൊക്കെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം എക്സാമ്പിൾസ് കൂടുതൽ ചെയ്ത് പഠിക്കാം.